സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കല് തങ്ങളും അലിയാരും കൂടെ മദീനത്തെ പള്ളിയിലേക്ക് ചൊല്ലുമ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്നു. അതും ഇമാം റാസി പറഞ്ഞൊരു ഉദാഹരണം കേട്ടോ. കിടക്കുക, തഹജ്ജുദ് നിസ്കരിക്കാനെത്തിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കൂ, നബ്ബിഹുഹു യാ അലി, അലി അയാളെ വിളിച്ചോണർത്ത, അയാൾ എഴുന്നേറ്റ് നിസ്കരിക്കട്ടെ. അപ്പൊ അലിയാർക്ക് ഇങ്ങനെ ഒരു സംശയം, അള്ളാന്റെ റസൂല് ഒരാളെ നിസ്കാരത്തിന് വിളിക്കാറിന വലിയ കൂലിയുള്ള കാര്യമല്ലേ? അത്തരം നല്ല കാര്യമൊക്കെ റസൂലുള്ള ചെയ്തിട്ട് അതിന്റെ ബാക്കി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോ എന്ത് എന്നെ ഏൽപ്പിക്കാൻ കാരണം? അലിയാർ ചോദിച്ചു, നബി ഇതെന്ത് നിങ്ങൾ എന്നെ വക്കാലത്താക്കി? അപ്പൊ പറഞ്ഞു, ഒന്നുമല്ല, അയാൾ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അതിന്റെ കൂലി വിളിച്ച നിനക്കും കിട്ടും, വിളിക്കാൻ പറഞ്ഞ എനിക്കും കിട്ടും, രണ്ടാക്കും കിട്ടും. ഞാനത് ആ ചാൻസ് നിനക്ക് തരാതെ ഞാൻ വിളിച്ചാൽ അഥവാ ഉറക്കച്ചടവില, ചിലപ്പോ ഈ മനുഷ്യൻ പ്രതികരിക്കുക, ഇതൊന്ന് പോയി പണി നോക്കുന്നായിരിക്കും പറയാ. കാരണം ഉറക്കത്തിലാവുമ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഉറക്കത്തിലാവുമ്പോ കാലെത്തുന്നിടത്തും വിളിക്കാൻ പറ്റാത്തവരൊക്കെ ഇപ്പൊ ഈ കൂട്ടത്തിലുണ്ടാവും ചിലപ്പോ, അല്ലെ? കാലെത്തുന്നിടത്തുനിന്ന് വിളിക്കാൻ പറ്റാത്ത ദൂരെ നിന്ന് വിളിക്കേണ്ടവരൊക്കെ ഉണ്ടാവും, ഉറക്കത്തിന് വിളിക്കണോ, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോ അഥവാ അയാൾ എന്തെങ്കിലും അദബ് കേട് കാണിച്ചാൽ അത് അയാളുടെ ഈമാനെ ബാധിക്കും. കാരണം ഞാൻ വിളിച്ചാൽ ഉത്തരം ചെയ്യല് നിർബന്ധാണ്, നിങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്യൽ നിർബന്ധമല്ല. അതാണ് ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബാങ്ക് കൊടുക്കൽ ഇഖാമത്തിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുത്തുനബി ബാങ്ക് വിളിച്ചിട്ടില്ല, ഇഖാമത്ത് കൊടുത്തിട്ടുള്ളൂ. എന്താ കാരണം? മുത്തുനബി ബാങ്ക് വിളിച്ചാൽ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞ ആ ബാങ്ക് കേട്ടോലൊക്കെ യമാനത്തിനെത്തേണ്ടി വരും. പ്രയാസപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തൊരു കനിവാണ്, എന്തൊരു അലിവാണ് അല്ലാഹു റസൂലിനൊന്ന് നോക്കുങ്ങള്. എന്തൊരു അലിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. പല കാരണങ്ങളും അതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നൈസാബൂരി പറഞ്ഞൊരു കാരണമാണ്, ഇമാം നൈസാബൂരി പറഞ്ഞ കാരണം, നബി ബാങ്ക് കൊടുക്കാതിരിക്കാൻ കാരണം എന്താണ്? അതിന് നൈസാബൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാരണമാണ് ഞാനാ പറഞ്ഞത്. നബി തങ്ങൾ ബാങ്ക് കൊടുത്തിട്ട് എത്തിയിട്ടില്ല, പ്രശ്നം തന്നെയാണ്. അങ്ങനെ പറഞ്ഞു. നബി തങ്ങൾ ബാങ്ക് കൊടുത്തിട്ട് ഉത്തരം ചെയ്യാതെ മാറി നിന്നവരൊക്കെ കാഫിറായി പോകുന്നുള്ള പ്രയോഗം നടത്തിയത്. കാരണം നബി വിളിച്ചാൽ അവിടെ എത്തല് നിർബന്ധ വിഷയാണ്. നിങ്ങൾ പരസ്പരം അബൂബക്കറെ മുഹമ്മദേ എന്ന് വിളിച്ചാൽ അത് സൗകര്യം ഉണ്ടെങ്കിൽ വിളി കേൾക്കാം, അല്ലെങ്കിൽ പോകാം, അല്ലെ? മാന്യതയും സന്തോഷവും വിളി കേൾക്കലാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഒരാൾ വിളിച്ചിട്ട് വിളി കേൾക്കാതെ പോകാൻ പാടില്ല. പക്ഷെ എന്നാലും വിളിച്ചിട്ട് വിളി കേട്ടില്ലെങ്കിൽ അതിലൊന്നും വരാനില്ല. പക്ഷെ നബി വിളിച്ചിട്ട് വിളി കേൾക്കാൻ ഞാൻ പ്രശ്നമാണ്, അത് പ്രശ്നമാണ്. നബി വിളിച്ചാൽ ഉത്തരം കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്